ഹലോ ഗൈസ്, എൻ്റെ പേര് അമൽ മോഹനൻ. ഞാനിപ്പം സൗദിയിൽ HSC ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആയി തുടങ്ങി. കുറേ പ്രോഗ്രാംസും വർക്ക് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഷട്ട് ഡൗൺ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റായിരുന്നത്. പിന്നെ സമയം കിട്ടിയില്ല. ഇപ്പം ഞാൻ പറയാൻ വന്നത്, സൗദി വന്നപ്പം നമുക്ക് കുറേ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലോട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, സൗദിയിൽ ഞാൻ എത്തിയത്, എങ്ങനെയാണ് പാക്കേജ്, എങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ചോദിച്ചു കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്നൊരു വീഡിയോ ഇട്ടേക്കാമെന്നൊക്കെ ഓർത്ത് വീഡിയോ ഇടുന്നതാണ്. HSC ഓഫീസറായിട്ട് കിട്ടിയത് ജസ്റ്റ് ഒരു 15 ഇൻ്റർവ്യൂ നടന്നൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ, 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിസ പ്രോസസ്സിങ്ങും അതിനോട് കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസവും 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഇൻ്റർവ്യൂ ആയിരുന്നു, ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, സാലറി പാക്കേജ് കുഴപ്പമില്ല. നമ്മൾ ഒരു അറൗണ്ട് 60 to 80 ആ റേഞ്ച് തന്നെ നിൽപ്പുണ്ട്. പിന്നെ അതർ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല സാലറി പാക്കേജ്. പിന്നെ കമ്പനിയുടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. എല്ലാവർക്കും ചിലപ്പം എന്നെക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്ക് ഇത് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് പല കമ്പനികളെ പോലിട്ടിരിക്കും. ഈ കമ്പനി ഇപ്പം സൗദി അറിയാലോ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അറാംകോയുടെ സബ്ബായിട്ടുള്ളൊരു കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മെയിൻ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റിംഗ് കമ്പനി എന്ന് വെച്ചാൽ HDD ലൈന്, പിന്നെ ബാക്കിയുള്ള അതുപോലെ ലൈൻ ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഫുഡ് നമ്മൾ വെച്ച് തന്നെ കഴിക്കുകയാണ്. ഇതുപോലത്തെ കമ്പനിയിൽ ഫുഡ് വെച്ച് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കിഷ്ടമുള്ള ഫുഡ് നമുക്ക് വെച്ച് കഴിക്കാം. അതൊക്കെ നമുക്കുള്ള ഗ്യാസ്, അടുപ്പ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതിനൊന്നും ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് ഫുഡ് അലവൻസ് ആയിട്ട് ഇത്ര എമൗണ്ട് തരുകയും ചെയ്യും, ഇത്ര റിയാൽ തരുകയും ചെയ്യും. വേറെ കാര്യം, വന്ന ഉടനെ സൗദിയിൽ നമുക്ക് സൈറ്റിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് പേപ്പർ വർക്ക്, നമ്മുടെ കുറച്ച് കാർഡും കിട്ടണം. സൗദി ഗവൺമെൻറ് തന്നെ സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ അറാംകോ അതിനപ്പുറം സ്ട്രിക്റ്റ് ആണ്. കുറേ പേർക്കൊക്കെ അറിയാം, വർക്ക് ചെയ്ത ആൾക്കറിയാം. ഇല്ലെങ്കിൽ ഇവിടെ നേരത്തെ വർക്ക് ചെയ്ത ആളുകൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ സൗദി വന്നു കഴിഞ്ഞാൽ സൗദി ഗവൺമെൻറ് റെസിഡൻഷ്യൽ ID എന്ന് പറയുന്നത് ഇക്കാമ എന്ന് പറയും, അക്കാമ എന്ന് പറയും. അത് പലരും പലതാണ് പറയുന്നത്. ഇക്കാമ എന്ന് പറയുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അത് കിട്ടിയാൽ മതി നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളൊരു ഇതുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ കമ്പനി, ഏത് കമ്പനിയാണോ വന്നത് ആ കമ്പനി നമുക്ക് ടെമ്പററി ഇക്കാമ കിട്ടും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു ആധാർ കാർഡ് പോലെ ഒരു ID കാർഡ്, പക്ഷെ അതിന് നല്ല വാല്യൂ ആണ്. ഇക്കാമ ആയിട്ടാണ് നമ്മുടെ എല്ലാം ലിങ്ക് ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ സാലറി, നമ്മുടെ പാസ്പോർട്ട്, ഇവിടെ എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരു ആപ്ലിക്കേഷനുമായിട്ട് നമ്മുടെ ഫോണിൽ കുറച്ച് ആപ്ലിക്കേഷൻ വരും, പയ്യെ വന്നുകൊണ്ടിരിക്കും. അപ്ഷർ, നഫാത്ത്, ധവന്യ, അങ്ങനെ കുറേ ആപ്പ്. ഞാൻ പറഞ്ഞ എനിക്ക് 1 month എക്സ്പീരിയൻസ് ഉള്ള ആൾ മാത്രമായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ സൈറ്റിൽ ഇറങ്ങിയിട്ടില്ല. എനിക്ക് അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അതിനുള്ള എക്സാം എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് ഞാൻ പോയിട്ടില്ല. അതിൻ്റെ പേപ്പർ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓരോ ട്രെയിനിങ് പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം WPRൻ്റെ എക്സാം ഉണ്ട്. നമ്മളതെല്ലാം ഓരോ ഘട്ടമായിട്ട് തീർത്തുകൊണ്ടിരിക്കുക. അതൊക്കെ കമ്പനിയാണ് തീരുമാനിക്കുന്നത്. കമ്പനി പറയുകയാണ് WPR എക്സാം കൂടെ എഴുതിക്കോ, കാരണം അത്രയും അറിഞ്ഞിരിക്കും നമ്മൾ. ഇപ്പം ഞാൻ WPR എക്സാം കംപ്ലീറ്റ് ചെയ്തു, തേർഡ് പാർട്ടി കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. കൺഫൈൻഡ് സ്പേസ് സൂപ്പർവൈസറിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് ലൈഫ് ഹെൽത്തിൻ്റെ BLS ഫസ്റ്റ് എയ്ഡിൻ്റെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കാർഡ് പറഞ്ഞു. അതെല്ലാം ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതുപോലെ എത്ര ക്വാളിഫിക്കേഷൻ എടുക്കുന്നു ഇവിടെ വന്ന് അതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും. വേറെ എമൗണ്ടൊന്നും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അറാംകോയുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അറാംകോയുടെ എക്സാം കാണും, ഇൻ്റർവ്യൂ കാണും. അത് ഓൺലൈൻ ആയിരിക്കും, ഓഫ്ലൈൻ ആയിരിക്കും. മിക്കവാറും ഓഫ്ലൈൻ ആയിരിക്കും ഞങ്ങൾക്കൊക്കെ. അത് ഓരോ കമ്പനി ലൊക്കേഷനൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ചില കമ്പനിക്ക് തേർഡ് പാർട്ടികൾ കാണും. എന്നുവെച്ചാൽ അറാംകോയും സബ് എടുത്തിട്ട് അവരായിരിക്കും നമ്മുടെ കമ്പനിയിലോട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ തേർഡ് പാർട്ടിയുടെ ഇൻ്റർവ്യൂ കഴിയണം. അത് കഴിഞ്ഞിട്ടാണ് അറാംകോയുടെ എക്സാം വരുന്നത്. എക്സാം കഴിഞ്ഞ് ചിലപ്പോൾ എക്സാം രാവിലെ ആയിരിക്കും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞായിരിക്കും എക്സാമിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. തേർഡ് പാർട്ടി എടുക്കുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും ഇൻ്റർവ്യൂ എടുക്കുന്നത്. പക്ഷേ അറാംകോയിൽ വരുമ്പോൾ 3 or 4 അല്ലെങ്കിൽ 5 പേരായിരിക്കും ഇൻ്റർവ്യൂ അറ്റ് എ ടൈം എടുക്കുന്നത്. സോ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഓവറോൾ കുഴപ്പമില്ല. 2 years കോൺട്രാക്റ്റ് ആണ്. ഇനിയിപ്പം ഗൾഫ് എന്ന് പറഞ്ഞ് എല്ലാവരും കയറി വരുമ്പോഴത്തേനും അപ്പോൾ അതിന് ഒത്തിരി പോസിറ്റീവ് ഉണ്ട്, അതിലുപരി നെഗറ്റീവും ഉണ്ട്. സോ അതെല്ലാം മനസ്സിലാക്കി വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി വരാനുള്ള എല്ലാ സേഫ്റ്റിക്കാർക്കും ഒരു വെൽക്കമാണ്. ഒത്തിരി
വേക്കൻസീസ് ഇപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി മാത്രമല്ല, സൗദിയിൽ ഒത്തിരി ഇടത്ത്. കാരണം ഇങ്ങനത്തെ പ്രൊജക്റ്റ്, അറാംകോയുടെ പ്രൊജക്റ്റ് ഒത്തിരി കോൺട്രാക്ടിങ് കമ്പനിയൊക്കെ സൗദിയിൽ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. സോ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ മാക്സിമം കോൺട്രാക്ട്സ് ഉണ്ടാക്കുക. അപ്പം ചില ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉള്ളവർ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി പാക്കേജ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏജൻസിയോട് കൃത്യമായിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത്, നിങ്ങൾ പക്കയായിട്ട് ചോദിക്കുക. വേറെ ആരും അവസാനം ഒന്നും കാണത്തില്ല നിങ്ങൾക്ക്. നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ സാലറി കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അറിയണമല്ലോ. സോ സാലറിയെക്കുറിച്ച് ധാരണ നിങ്ങൾ എപ്പോഴും വെക്കണം. പിന്നെ അവർ ഏജൻസി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ നിങ്ങളെ വിളിക്കുകയോ പറയുന്നുമില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വരിക. ഇത്രയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്, വേറെ എന്തൊക്കെ ചെയ്യാൻ കിടപ്പുണ്ട് എന്നൊക്കെ ഉള്ളത്. ആസ് പെർ അറാംകോ ആണ് ഞാൻ പറയുന്നത്. പിന്നെ കമ്പനിയുടെ തരത്തിലുള്ള ലൊക്കേഷൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പ്രൊജക്റ്റ് വെച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് പറയുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.